ഹായ് എവ്രി വൺ. ഈ ഡ്രോപ്സ് എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേർബിൻ്റെ അടിസ്ഥാന രൂപത്തിൻ്റെ കൂടെ ing ചേർത്താൽ കിട്ടുന്ന രൂപമാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ അഥവാ V4 എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. V1ൻ്റെ കൂടെ ing ചേർത്താൽ കിട്ടുന്ന രൂപമാണ് V4. അതിൻ്റെ പേരാണ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. ഈ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ രൂപമാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലൊക്കെ ഉപയോഗിക്കുന്നത്. കണ്ടിന്യൂസ് ടെൻസിൽ പ്രസൻറ്റിലും പാസ്റ്റിലും ഫ്യൂച്ചറിലൊക്കെ ഇതുപോലെ ing ചേർത്ത രൂപമാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് വേർബ്സിൻ്റെ V1, V2, V3 ഇങ്ങനെ തരംതിരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വേർബ്സാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ കൂടെ ing ചേർത്താൽ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡ്സ് ഉണ്ട്. ഇതിൽ V1ൻ്റെ ശേഷം ing ചേർത്താൽ നമുക്ക് V4 കിട്ടും. അതാണ് നമ്മൾ കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കേണ്ടത് എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് പറയുന്നത് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ അഥവാ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെപ്പറ്റി പറയുകയാണെങ്കിലും ചില വേർബ്സിന് ing ചേർത്തിട്ട് ഉപയോഗിക്കില്ല. അത്തരം വേർബ്സാണ് ഇന്ന് പറയുന്നത്. അങ്ങനെയുള്ള വേർബ്സ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെയാണ് പറയുന്നത്. നമുക്ക് അത്തരം ഉദാഹരണങ്ങൾ നോക്കാം. ഈ വേർബ്സിലൊക്കെ നമ്മൾ സാധാരണയായിട്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാറില്ല. നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ഇത്തരം വേർബ്സ് സെൻറ്റൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. റെക്കഗ്നൈസ് തിരിച്ചറിയുക, റിമെമ്പർ ഓർമ്മിക്കുക, ഫോർഗെറ്റ് മറക്കുക, നോ അറിയുക, ബിലീവ് വിശ്വസിക്കുക, എഗ്രി സമ്മതിക്കുക, സീ കാണുക, ഹിയർ കേൾക്കുക, സ്മെൽ മണക്കുക, സീം തോന്നുക, വോണ്ട് ആഗ്രഹിക്കുക, വിഷ് ആഗ്രഹിക്കുക, ഹോപ്പ് ആശിക്കുക പ്രതീക്ഷിക്കുക, കണ്ടെയ്ൻ ഉൾക്കൊള്ളുക, റിഫ്യൂസ് നിഷേധിക്കുക, പ്രിഫർ കൂടുതൽ ഇഷ്ടപ്പെടുക, ഫീൽ തോന്നുക, ലവ് സ്നേഹിക്കുക, ലൈക്ക് ഇഷ്ടപ്പെടുക, ഹെയ്റ്റ് വെറുക്കുക. ഇത്തരം വേർഡ്സൊക്കെ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ അങ്ങനെ സാധാരണയായിട്ട് പറയാറില്ല. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നടക്കുന്ന സംഭവമാണെങ്കിൽ പോലും ഇത്തരം വേർഡ്സ് നമ്മൾ സെൻറ്റൻസിലാക്കുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. ഐ സീ ദ ബസ് കമ്മിങ്. ബസ് വരുന്നത് ഞാൻ കാണുന്നു. ഇവിടെ സീ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ആ സമയത്ത് കാണുന്നതാണെങ്കിൽ പോലും നമ്മൾ പറയുമ്പോൾ ഐ സീ ദ ബസ് കമ്മിങ്, ബസ് വരുന്നത് ഞാൻ കാണുന്നു. ദിസ് ഫ്ലവർ സ്മെൽസ് ഗുഡ്. ഈ പൂവിന് നല്ല മണമുണ്ട്. ഐ തിങ്ക് യു നീഡ് റെസ്റ്റ്. നിനക്ക് റെസ്റ്റ് ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ തിങ്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിച്ചത്. ഐ അഗ്രി വിത്ത് യു. ഞാൻ നിങ്ങളോട് യോജിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ നമ്മൾ പറയുമല്ലോ നിങ്ങളോട് യോജിക്കുന്നു എന്നൊക്കെ പറയില്ലേ. അതുപോലെ അഗ്രി പറയുമ്പോൾ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയില്ല. ഐ വോണ്ട് ടു ഹെൽപ്പ് യു. നിന്നെ സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വോണ്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് പറയുന്നത്, ആഗ്രഹിക്കുക. ഇതുപോലെ തന്നെയാണ് സാധാരണ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാറില്ല. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസുമായിട്ട് വരാം. അതുവരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.